കർണാടക ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെ ഇപ്പോൾ RSS ചീഫ് മോഹൻ ഭഗവത്തിന് നൽകിയ കത്തിൽ പറയുന്നത് താങ്കളുടെ ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. രജിസ്റ്റർ ചെയ്യാത്തതിൻ്റെ കാരണം ബോധിപ്പിക്കണം. അത് വലിയ ചർച്ചയാവുകയും ചെയ്തു. RSS ഇന്ന് വരെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇത് നിയമത്തോടുള്ള വെല്ലുവിളിയാണ്, ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്, നിയമ സംഹിതയോടുള്ള വെല്ലുവിളിയാണ്. ആ ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതാണ്. ഇന്ത്യയിലെ സൊസൈറ്റി ആക്ട് പ്രകാരം ഏതാണോ നിയമം അനുശാസിക്കുന്നത് ആ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെയാണ് രാജ്യത്ത് ഒരു സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുക? FCA ആക്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഫണ്ടുകൾ തടയുകയും ED വിട്ട് വേട്ടയാടുകയും അത്തരം NGO ഓർഗനൈസേഷനെയൊക്കെ പൂട്ടുന്ന BJP എന്തുകൊണ്ടാണ് RSSന് യാതൊരു പേപ്പറുമില്ലാതെ ഒരു രജിസ്ട്രേഷനുമില്ലാതെ പ്രവർത്തനാനുമതി നൽകുന്നത്? ഭരണഘടനയിലെ ഏത് പ്രൊവിഷനാണ് അങ്ങനെ അനുവദിക്കുന്നത് എന്ന് വ്യക്തമാക്കണമെന്ന് പ്രിയങ്ക് ഖാർഗെ ആവശ്യപ്പെടുകയാണ്. RSS ചീഫ് മോഹൻ ഭഗവത് തൃശ്ശൂരിൽ വന്നപ്പോൾ ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടു. ഹിന്ദുമതം എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുപോലെ ആണ് RSSും. മോഹൻ ഭഗവത് പറഞ്ഞത് മുട്ടാപ്പോക്ക് ന്യായമാണ്. ഹിന്ദുമതവും RSSും രണ്ടാണ്. ഹിന്ദു മതം പ്രാക്ടീസ് ചെയ്യുന്ന, ക്രിസ്തു മതം പ്രാക്ടീസ് ചെയ്യുന്ന, ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന ആരാധനാലയങ്ങൾ, അതിൻ്റെ ട്രസ്റ്റുകൾ എല്ലാം രജിസ്റ്റർ ചെയ്ത് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. 10,000-കണക്കിന് ശാഖകളുള്ള നിരവധി ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഇന്ത്യയിൽ എങ്ങനെ രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയും? ഈ ചോദ്യം പ്രസക്തമാണ്. ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ രാജ്യത്ത് തങ്ങൾ നിയമവിധേയമായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് പകരം RSS ഒളിച്ചുകളി നടത്തുകയാണ്. ഞങ്ങൾ 100 കൊല്ലമായി പ്രവർത്തിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. ഇതൊന്നും ന്യായമല്ല. എന്തുകൊണ്ടാണ് സംഘടന രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കുന്നത്? ഇന്ത്യയിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കാൻ മറ്റ് സംഘടനകൾക്ക് അനുവാദമുണ്ടോ? എന്താണ് RSSനുള്ള പ്രത്യേകത? ഇത് വ്യക്തമാക്കേണ്ടതാണ്. ഇന്ത്യയിലെ ഭരണഘടന ആർക്കെങ്കിലും ഇങ്ങനെ ഇളവ് നൽകുന്നുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് പ്രൊവിഷനാണ് ഇങ്ങനെ RSSന് രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് പകരം RSS ചെയ്യുന്നത്, കർണാടകയിലെ ഒരു MP പറയുന്നത്, ദലിതനായ ആൾ എന്തിനാണ് RSSൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഉള്ള ഒരു ചോദ്യമാണ് MP ചോദിച്ചിരിക്കുന്നത്. ഖാർഗെക്ക് ഇത് ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്നാണ് ബ്രാഹ്മണിക് ഹെജിമണിയിൽ വിശ്വസിക്കുന്ന RSSകാരനായ BJPക്കാരനായ MP-യുടെ ചോദ്യം. രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് പല സൗകര്യങ്ങളുമുണ്ട്. ഒന്നാമത്തെ സൗകര്യം അക്കൗണ്ടബിൾ ആയിരിക്കില്ല. രാജ്യത്ത് എന്ത് കലഹം നടന്നാലും അവർ ആരാണ് ചെയ്തത് എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. ഈ ഒരു പാരൻ്റ് ഓർഗനൈസേഷനായി പ്രവർത്തിക്കുന്ന സംഘടന എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നില്ല? എന്താണ് അവർ ഭയപ്പെടുന്നത്? ഭയപ്പെടുന്നത് അക്കൗണ്ടബിലിറ്റിയാണ്. അക്കൗണ്ടബിലിറ്റിയെ ഭയപ്പെടുന്നു. RSS എത്രയൊക്കെ ന്യായീകരണം പറഞ്ഞാലും മറുപടി അവർക്കില്ല. അവർക്ക് മാത്രം ഇളവ് കിട്ടുന്ന ഏത് പ്രൊവിഷനാണുള്ളത് എന്ന ഒരു സിംഗിൾ ആൻസറാണ് RSS നൽകേണ്ടത്, BJP നൽകേണ്ടത്. RSS 100-ാം വാർഷികം ആഘോഷിക്കുമ്പോഴും അവരുടെ ക്രെഡിബിലിറ്റി ക്രൈസിസിൽ നിൽക്കുകയാണ്. കാരണം ലോകരാഷ്ട്രങ്ങൾ RSSനെ ഫാഷിസ്റ്റ് സംഘടനയായി വിലയിരുത്തുന്നു. ലോകമാധ്യമങ്ങൾ എല്ലാവരും ഒന്നടങ്കം RSSനെ പറ്റി ലക്ഷണമൊത്ത ഫാഷിസ്റ്റ് സംഘടനയാണെന്ന് തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ക്രെഡിബിലിറ്റി ക്രൈസിസ് RSS നേരിടുന്നുണ്ട്. RSSൻ്റെ ഇമേജിന് വലിയ ഡാമേജ് സംഭവിച്ചിരിക്കുകയാണ്. കാരണം ലോകമാധ്യമങ്ങൾ വളരെ കൃത്യമായി 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തെളിവുകൾ സഹിതം
ഈ സംഘടന ലക്ഷണമൊത്ത ഫാഷിസ്റ്റ് സംഘടനയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. RSS ഇന്ത്യയിൽ ഉണ്ടാക്കിയ കലാപം, മതവിഭജനം, വർഗീയ കലാപങ്ങൾ, മതവിദ്വേഷം, RSSൻ്റെ ഐഡിയോളജി ഫാഷിസ്റ്റ് ഐഡിയോളജിയാണ്. ഈ കലാപങ്ങൾക്ക് പിന്നിൽ, ഇന്ത്യയിലെ സാമുദായിക ധ്രുവീകരണത്തിന് പിന്നിൽ എല്ലാം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS. രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുക എന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അവർ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് തികച്ചും നിയമവിരുദ്ധമായിട്ടാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല.